ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഡിഗ്രി പ്രിലിംസ് എനിക്ക് ജൂൺ 6 കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു. ആ സമയത്തും അതിന് ശേഷമൊക്കെ വല്ലാത്തൊരവസ്ഥയായിരുന്നു. എനിക്ക് പനിയായിരുന്നു. പിന്നെ അതിന് മുമ്പ് തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബോട് കൂടിയോ അറ്റ്മോസ്ഫിയറോ ഒന്നും അല്ലായിരുന്നു ഞാൻ എക്സാമിന് പോകുന്ന സമയത്ത്. എക്സാം എഴുതാൻ പറ്റുമോ എന്ന് തന്നെ എനിക്ക് ഭയങ്കര സംശയമായിരുന്നു. അങ്ങനെയായിരുന്നു. പിന്നെ എക്സാം എഴുതാൻ പറ്റി. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഞാൻ ആദ്യം അറ്റൻഡ് ചെയ്തത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളമായിരുന്നു. എനിക്ക് ആ 3 സബ്ജക്റ്റും നല്ല ഒരു തരം എളുപ്പമായിരുന്നു. അത് രണ്ടിനും കൂടി തന്നെ എനിക്ക് ഏകദേശം 43 മാർക്ക് എനിക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ 43 മാർക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്തതിന് ശേഷം ഞാൻ നേരെ വന്നത് ജി കെയിലേക്ക് വന്നപ്പോൾ ഫസ്റ്റ് പറയാനുള്ള കാര്യം, എനിക്ക് സമയം കുറവായിരുന്നു. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലെയും ക്വസ്റ്റ്യൻ ഓരോ പേജിലെയും ക്വസ്റ്റ്യൻസ് എങ്ങനെ വായിച്ച് തീർക്കണമെന്നുള്ള ഒരു കൺഫ്യൂഷനോട് കൂടിയാണ് ഞാൻ സെക്ഷനിലേക്ക് എത്തിയത്. സെക്ഷനിൽ എത്തിയപ്പോൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇതിൻ്റെ ഒരു കോൺഫിഡൻസ് എനിക്ക് നല്ല രീതിക്ക് പോയി. കാരണം എനിക്ക് വായിച്ച് തീർക്കാനോ ഉള്ളൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി എടുക്കാതെ 1, 2, 3 പ്രാവശ്യം എനിക്ക് വായിച്ചേ പറ്റും. ഫസ്റ്റ് ഒരു വായനയിൽ ഞാൻ ഒന്നിലും ആൻസറിലെത്തുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലായിരുന്നു. എനിക്ക് അഥവാ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഏതെന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതാണ്. എൻ്റെ കോഡ് BA ആയിരുന്നു. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ എക്സാമിൻ്റെ നമുക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടിയ സമയത്ത് ഞാൻ ABCD 1, 2, 3 വരെ എഴുതി 26 നമ്പേഴ്സ്, ഓരോന്നും ഏതാണ് ലെറ്റേഴ്സ് നമ്പേഴ്സും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ പണ്ട് കോച്ചിങ്ങിന് പോയപ്പോൾ സാറ് പറഞ്ഞു തന്നായിരുന്നു, നമുക്കിങ്ങനെ കൂൾ ഓഫ് ടൈം കിട്ടുന്ന സമയത്ത് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, അതിൻ്റെ ഇടയിൽ കൂടെ ക്വസ്റ്റ്യൻ വായിക്കാനൊന്നും നിൽക്കരുത്. എന്ത് ചെയ്യുക, ഇങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ നമുക്ക് മാത്സിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ മാത്സിനോ നമ്മുടെ മെൻ്റൽ എബിലിറ്റിക്കൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് ഇത് ആ സമയത്ത് യൂസ്ഫുൾ ആവും. അതുകൊണ്ട് ഈ മെത്തേഡ് അനുസരിച്ച് ഞാൻ എന്ത് ചെയ്തു, അത് കംപ്ലീറ്റ് ആയിട്ട് എഴുതി വെച്ചു. അപ്പോൾ അതെനിക്ക് ഈസി ആയിരുന്നു. മാത്സ് എനിക്ക് നല്ല ഈസി ആയിരുന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെത് ഫാരിസ് സാറിൻ്റെ ആപ്പിലൊന്നും നമ്മളില്ലായിരുന്നെങ്കിൽ പോലും ഞാൻ ആപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. സൈലത്തിൻ്റെയും ഫാൽക്കൺ PSC ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ആ പെയ്ഡ് ആപ്പ് സൈലമാണ്. ഫാൽക്കൺ PSCയുടെ ഇത് കേട്ടിട്ടാണുള്ളത് കൂടുതലും. അപ്പോൾ എന്ത് പറ്റി, ഫാരിസ് സാറിൻ്റെ ഒരു 8 മണിക്കൂറത്തെ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടായിരുന്നു യൂട്യൂബിൽ ഫ്രീ ആയിട്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഞാൻ 1-2 ദിവസം കൊണ്ട് ഈ 8 മണിക്കൂർ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതിന് മുമ്പ് ഞാൻ 1-2 പ്രാവശ്യം വീണ്ടും 8 മണിക്കൂർ വീണ്ടും കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് എനിക്കിത് റിവിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇംഗ്ലീഷ്. അതുകൊണ്ട് ആപ്പ് കണ്ട് നോട്ട് എഴുതിയെന്ന് എനിക്ക് 100% ഈ ഒരു ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഫാരിസ് സാറിൻ്റെ ക്ലാസ് കണ്ടതുകൊണ്ട് മാത്രമാണ്. ആ 8 മണിക്കൂർ കണ്ട ഒരുപാട് പേര് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അവർക്കൊക്കെ അറിയാൻ പറ്റും ഫാരിസ് സാറ് പറഞ്ഞു തന്നിട്ടുള്ള മിക്കതും ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമുക്കത് കറക്റ്റായിട്ട് എൻ്റെ ഒരു മെത്തേഡ് മനസ്സിലാക്കിയെങ്കിൽ പെട്ടെന്ന് ആൻസർ ചെയ്യാവുന്ന ഒരിതാണ്. അപ്പം പഠിച്ചതിൽ മാത്സിനും ഇംഗ്ലീഷിനും മലയാളത്തിനും മാർക്ക് പോയിട്ടേയില്ല. ഫുള്ളും കിട്ടിയെന്നല്ല, മലയാളത്തിന് എനിക്ക് ചില ക്വസ്റ്റ്യൻസ് തീരെ അറിയില്ലായിരുന്നു, അതൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. മലയാളത്തിന് ഒരു 6 മാർക്ക് കിട്ടിയിട്ടുണ്ട്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എനിക്ക് അറിയില്ലായിരുന്നു ആൻസർ, അതുകൊണ്ട് 4 അറ്റൻഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇത്രയും നെഗറ്റീവ് മാർക്ക് ഞാൻ വരുത്തിയിട്ടുമില്ല. കാരണം എനിക്കറിയാവുന്നത് മാത്രം എഴുതി ഓരോന്നും അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ മാർക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. കാരണം എത്ര എണ്ണം അറ്റൻഡ് ചെയ്തു എന്ന്. അങ്ങനെ ഒരു 43 മാർക്കിന് മാത്രമേ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. GK ഒന്നും എനിക്ക് അടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം GKയുടെ പോർഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സമയം പോലും എനിക്കില്ലായിരുന്നു. കാരണം ഞാൻ വായിച്ചിരിക്കുന്ന സമയം അതിൻ്റെ ഉത്തരം എനിക്കറിയില്ല. പിന്നെ വായിച്ച് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ഒന്ന് നോക്കി. ഇതുപോലെ 1 വേർഡ് ആൻസർ കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ 1 തൊട്ട് എനിക്ക് എന്താണ് GK തന്നെയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇതൊന്നും നോക്കിയിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, ഒന്നും ഞാൻ ആൻസർ ചെയ്തതായിട്ട് കാണുന്നേ ഇല്ലാത്ത കാരണം എനിക്ക് അത്രയും അറിയില്ലായിരുന്നു എന്നതാണ് സത്യം. ഞാൻ GKക്ക് വേണ്ടി ഒരുപാട് സമയം എക്സാമിന് സ്പെൻഡ് ചെയ്തിട്ടില്ല. അപ്പം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ മറ്റേ കറണ്ട് അഫെയറിലൊക്കെ പഠിച്ചായിരുന്നു കേട്ടോ ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതെനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താണ്, നമ്മുടെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ജീവചരിത്രം എഴുതപ്പെട്ടത് ഇവരിൽ ആരുടേതാണ്, ഇതും കിട്ടിയായിരുന്നു ഈസി ആയിട്ട്, പെട്ടെന്ന് തന്നെ കിട്ടി കേട്ടോ. ഞാൻ നേരത്തെ 1 പറഞ്ഞത്, പക്ഷേ ഇതും കിട്ടിയായിരുന്നു. ഇതൊന്നും നെഗറ്റീവ് വരുത്താത്തതാണ്. അപ്പോൾ ഇവിടെയൊന്നും ഞാനിങ്ങനെ ഇങ്ങോട്ടൊന്നും വലിയ ഇതൊന്നും കൊടുത്തിട്ടില്ല, ഇതൊന്നും അറിയേയില്ലായിരുന്നു. അങ്ങനെയാണ് ഇത്രയും വന്നിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ GK. അപ്പോൾ അങ്ങനെയാണ് അതാണ് ഇപ്പം നിങ്ങൾ കണ്ടതാണ് എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ എന്താണ്, ഞാൻ GK ഒന്നും അങ്ങനെ ടിക്ക് ഇട്ടിട്ടില്ല. പക്ഷേ ആ സമയം മാത്സും മലയാളവും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ ഇങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഞാൻ തന്നെ GKക്ക് വേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടില്ല.
അതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത് 43 മാർക്ക് കിട്ടിയിട്ട് പ്രിലിംസ് മെയിൻസ് കിട്ടുമോ എന്നറിയില്ല. കട്ട് ഓഫ് കിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ LDCയുടെ അടുത്ത എക്സാം വരുന്നു. അപ്പോൾ ഞാൻ ഞാൻ വിഷമിച്ചൊന്നും ഇരിക്കുന്നില്ല. എന്തായാലും ഞാൻ അതായത് ഞാൻ എത്രത്തോളം എഫേർട്ട് മാത്സിനും ഇംഗ്ലീഷിനും മലയാളത്തിനും കൊടുത്തോ അതിൻ്റെ ഒരു എനിക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മറ്റ് സബ്ജക്റ്റിനും കൊടുക്കുമ്പോൾ കുറേ കൂടി മുന്നിലേക്ക് വരാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ കറക്റ്റായിട്ടൊരു ടൈം ടേബിളും സ്റ്റഡി പാറ്റേണും ഒക്കെ ഉണ്ടാക്കിയത് കൊണ്ടാണ് എനിക്ക് ഇത്രയും മാർക്ക് ഇപ്പോൾ ഈ 3 സബ്ജക്റ്റിനും സ്കോർ ചെയ്യാൻ പറ്റിയത്. ഇതുപോലെ അടുത്ത LDCയുടെ സ്റ്റഡി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പനിയൊക്കെ മാറി ഒന്ന് സെറ്റായിട്ട് വരുന്നതേ ഉള്ളൂ. ഞാൻ അതിൻ്റെ റിവിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിക്കുന്നു. ബൈ ബൈ.